സ്റ്റുഡൻസ്, എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ സെക്കൻഡ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇത് പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിൻ്റെ ബാക്കിയാണ്. എല്ലാവരും സെറ്റ്സ് പഠിച്ചു കഴിഞ്ഞ് കാണും, എക്സാമൊക്കെ എഴുതി കാണും. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സെറ്റ്സ് എങ്ങനെ പഠിച്ചു അതിനേക്കാളും വളരെ ഈസിയാണ് പഠിക്കാൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാൻ പോകുന്ന സബ് ഹെഡിങ് ആണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ്. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ്? ഡെഫിനിഷൻ ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഈസ് given two non-empty sets. empty means ഒന്നും ഇല്ലാത്തെന്നർത്ഥം. non-empty means അതിനകത്ത് എലമെൻറ്റ്സ് ഉണ്ട് എന്നർത്ഥം. രണ്ട് non-empty sets ആണ് പിയും ക്യൂവും. അപ്പോൾ പിയും ക്യൂവും രണ്ട് non-empty സെറ്റുകളാണ്. ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അങ്ങനെ എന്ന് പറയാം, രണ്ട് നോൺ എംറ്റി മീൻസ് അകത്ത് എലമെൻറ്റ്സ് ഉണ്ട് എന്നർത്ഥം. ടു നോൺ എംറ്റി സെറ്റ്സ് പി ആൻഡ് ക്യൂ, രണ്ട് നോൺ എംറ്റി സെറ്റുകളാണ് പിയും ക്യൂവും എങ്കിൽ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനെ വായിക്കേണ്ടത് പി ഇൻറ്റു ക്യൂ എന്ന് വായിക്കരുത്, പി ക്രോസ് ക്യൂ എന്ന് വായിക്കണം. വായിക്കേണ്ടത് പി ക്രോസ് ക്യൂ, പി ക്രോസ് ക്യൂ, പി ക്രോസ് ക്യൂ. തിരിച്ചു പറഞ്ഞാൽ ക്യൂ ക്രോസ് പി, അങ്ങനെയും പറയാം, പി ക്രോസ് ക്യൂ. ഓക്കെ. ദെർഫോർ ഗിവൺ ടു നോൺ എംറ്റി സെറ്റ് പി ആൻഡ് ക്യൂ, ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പി ആൻഡ് ക്യൂ, പി ക്രോസ് ക്യൂ ഈസ് ദി സെറ്റ് ഓഫ് all ordered pairs of elements from P and Q. That is, P cross Q is equal to set of all. ഇതിനെ വായിക്കാൻ അറിയാമല്ലോ, പഠിച്ചാണ്. വായിക്കേണ്ടതാണ് P cross Q equal to Cartesian product of two set P and Q is defined by P cross Q is equal to set of all. ഇതിനെ വായിക്കേണ്ടതാണ് ബ്രാക്കറ്റ് അല്ല. ദിസ് കാൾഡ് ഓർഡേർഡ് പെയർ. എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ ദാറ്റ് ഈസ് കാൾഡ് ഓർഡേർഡ് പെയർ എ കോമ ബി, ഓർഡേർഡ് പെയർ 1,2, ഓർഡേർഡ് പെയർ 4,6, ഓർഡേർഡ് പെയർ പി കോമ ക്യൂ. ഓക്കെ. ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് പി ആൻഡ് ക്യൂ ഈസ് ഡിഫൈൻഡ് ആസ് പി ക്രോസ് ക്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ small letter p comma q such that first element p is element of p. എന്ന് വെച്ചാൽ ആദ്യം കിടക്കുന്ന എലമെൻറ്റ് വലിയ പിക്കകത്തുള്ള എലമെൻ്റ് ആയിരിക്കും. p is element of p and small letter q നെക്സ്റ്റ് എലമെൻ്റ് ആയ q is element of q. ഓക്കെ. അതായത് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് P cross Q is equal to set of all ordered pair P comma Q such that first element P is element of capital P comma Q is element of capital Q. റിമാർക്ക് ഇതങ്ങ് എഴുതിക്കണം. അപ്പോൾ പഠിപ്പിക്കുന്ന കൂടെ തന്നെ ഇതങ്ങ് എഴുതി പോവുക. താഴെ റിമാർക്ക് മീൻസ് വൺ. ഫസ്റ്റ് റിമാർക്ക് ടു ഓർഡേർഡ് പെയർ ആർ ഈക്വൽ. ടു ഓർഡേർഡ് പെയേഴ്സ് ആർ ഈക്വൽ. രണ്ട് സപ്പോസ് ഓർഡേർഡ് പെയർ നമുക്കറിയാം, ഏതെങ്കിലും രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ഈക്വൽ ടു ഓർഡേർഡ് പെയർ 1,2 എന്നിരിക്കട്ടെ. ഇഫ് ടു ഓർഡേർഡ് പെയേഴ്സ് ആർ ഈക്വൽ, രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ ഇഫ് ദ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെൻറ്റ്, അതിനകത്തുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് എലമെൻറ്റിന് ഈക്വൽ ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ്. അതായത് എക്സ് ഈക്വൽ ടു 1 ആൻഡ് സെക്കൻഡ് എലമെൻറ്റ്സ് ആർ ഈക്വൽ, വൈ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ റിമാർക്ക് പഠിച്ചല്ലോ. ടു ഓർഡേർഡ് പെയർസ് ആർ ഈക്വൽ, രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ അതിനകത്തുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഫസ്റ്റ് എലമെൻറ്റ് ഈക്വൽ ആയിരിക്കും.
x equal to 1, y equal to 2. Okay. Remark 2, if number of a is equal to p. Number of a means a എന്ന സെറ്റിനകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം എന്ന അർത്ഥം. നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു പി നമ്പർ ഓഫ് ബി, അതായത് നമ്പർ ഓഫ് എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം ഇപ്പോൾ 2 എന്നിരിക്കട്ടെ. സപ്പോസ് നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു 2, നമ്പർ ഓഫ് ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം 3 എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം കാണാൻ പറഞ്ഞാൽ, ഇഫ് നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു പി, നമ്പർ ഓഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ, ദെൻ number of a cross b is equal to p into q. pq means p into q. ab means a into b. That is, number of a is equal to 2, number of b equal to 3. Therefore, number of a cross b is 2 into 3 is equal to 6. എന്ന് പറഞ്ഞാൽ എക്കകത്ത് 2 എലമെൻറ്റും ബിക്കകത്ത് 3 എലമെൻസും ഉണ്ട് എങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം 2 into 3 6 ആയിരിക്കും. ഓക്കെ, തിരിച്ചും പറയാൻ വേണമെങ്കിൽ പറയാം. നമ്പർ ഓഫ് ബി ഞാൻ പറയാം. നമ്പർ ഓഫ് ബി ഇസ് ഈക്വൽ ടു 4, നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു 5. ദെർഫോർ നമ്പർ ഓഫ് ബി ക്രോസ് എ ഇസ് ഈക്വൽ ടു 4 into 5 is equal to 20 എങ്ങനെയും പറയാം. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട സബ് ഹെഡിങ്ങിലുള്ളത്. എഴുതുക, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ്. അതായത് ഗിവൺ two non-empty sets P and Q, then the Cartesian product of two sets P and Q is defined as P cross Q is equal to set of all ordered pair P comma Q, that is such that P, first element P is element of capital P, Q is element of capital Q. Okay, remark 1, two odd pairs are equal. ഓർഡേഡ് പെയർ 2 എണ്ണം ഈക്വൽ ആണ് എങ്കിൽ 2 ഓർഡേഡ് പെയേഴ്സ് ആർ ഈക്വൽ. അതിനകത്തുള്ള ഫസ്റ്റ് ഓർഡേഡ് പെയറിനകത്തുള്ള ഒന്നാമത്തെ എലമെൻറ്റിന് ഈക്വൽ ആയിരിക്കും സെക്കൻഡിനകത്തുള്ള ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, തിരിച്ചും പറയാൻ പറ്റും. ആൻഡ് നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു പി, നമ്പർ ഓഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ, then number of a cross b is equal to pq. pq means p into q. ഓക്കെ, ഇത്രയും എഴുതുക, അത് പഠിക്കുക. നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ 1 എല്ലാവരും ഇതങ്ങ് എഴുതുക. പേപ്പറും എടുത്ത് വയ്ക്കുക, എഴുതുക, ഇവിടെ എഴുതി പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻ 1 ഇഫ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ്. ക്വസ്റ്റ്യൻ 1 if ordered pair x plus 1 comma y minus 2 equal to, if ordered pair x plus 1 comma y minus 2 equal to ordered pair 3 comma 1. Ordered pair 3 comma 1. Question, find x and y. Find means കണ്ടെത്തുക. Find x and y. Find x comma y. If ordered pair x plus 1 comma y minus 2 is equal to 3 comma 1, find x comma y. റിമാർക്ക് 1 നമുക്കറിയാം. 2 ഓർഡേഡ് പെയർ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻ്റാണ് എക്സ് പ്ലസ് 1, ഇവിടുത്തത് 3 ആയിരിക്കും. ദെർഫോർ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും, സെക്കൻഡ് എലമെൻ്റാണ് y മൈനസ് 2. ദെർഫോർ y മൈനസ് 2 ഇസ് ഈക്വൽ ടു ഇവിടെ ഉള്ള 1 ആയിരിക്കും. ഓക്കെ, ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞാൽ ഇവിടെ പ്ലസ് 1 ഉണ്ട്, അപ്പുറത്ത് പോയാൽ നെഗറ്റീവ് 1 ആയിട്ട് മാറും. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 1, എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു 2 and y is equal to 1 plus 2, that is y is equal to 3. Therefore, the value of x is equal to 2, y is equal to 3. Clear ആയല്ലോ എന്ന് പറയാം. If ordered pair x plus 1 comma y minus 2 is equal to ordered pair 3 comma 1, find x and y. നമുക്കറിയാം 2
ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻസും ഈക്വൽ ആയിരിക്കും. ദെയർഫോർ ഫസ്റ്റ് നമ്പർ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3, വൈ മൈനസ് 2 ഇസ് ഈക്വൽ ടു 1. അവിടെ നമുക്ക് എക്സ് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 1, എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഇസ് ഈക്വൽ ടു 3. ഓക്കെ, എഴുതുക. ക്വസ്റ്റ്യൻ പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബാക്കിയാണ്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് എഴുതിക്കോണം. ഇഫ് ഓർഡേർഡ് പെയർ x by 3 plus 1, ordered pair x by 3 plus 1, comma y minus 2 by 3 equal to ordered pair 5 by 3, comma 5 by 3, comma 1 by 3, 5 by 3, comma 1 by 3. If x plus 3 plus 1, comma y minus 2 by 3 equal to 5 by 3, comma 1 by 3, find the values of x and y. Find the values of x and y. Simple question. രണ്ട് ഈക്വൽ, അതായത് ഇഫ് ടു ഓർഡേർഡ് പേഴ്സ് ആർ ഈക്വൽ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻസും ഈക്വൽ ആയിരിക്കും. വെയർഫോർ എക്സ് ഇവിടെ എക്സ് ബൈ 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 5 ബൈ 3, അവിടെ നിന്ന് പറയാം, കോമ വൈ മൈനസ് 2 ബൈ 3 ഇസ് ഈക്വൽ ടു 1 ബൈ 3. വെയർഫോർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 1 ഇടണം. എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് 1 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 3 ഇസ് ഈക്വൽ ടു 5 ബൈ 3. ഓക്കെ, ഈക്വൽ സൈൻ്റെ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള 3 വെട്ടിക്കളയാൻ പറ്റും. ബാക്കിയുള്ളത് എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു 5, എക്സ് ഇസ് ഈക്വൽ ടു 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു 2. ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 2. ദെയർഫോർ അടുത്തത് y മൈനസ് ഇവിടെ ക്രോസ് ചെയ്യണം. 1 ഇടണം. 3 ഇൻറ്റു വൈ 3y മൈനസ് 2 ഇൻറ്റു 1 2 ബൈ 3 ഇസ് ഈക്വൽ ടു 1 ബൈ 3 3 ക്യാൻസൽ. 3y മൈനസ് 2 ഇസ് ഈക്വൽ ടു 1. ദെയർഫോർ 3y ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 3, y ഇസ് ഈക്വൽ ടു 3 ബൈ 3 ഇസ് 1. ദെയർഫോർ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 2 ആൻഡ് y is equal to 1. എഴുതുക നമ്മൾ. അപ്പം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഒന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് p is equal to set of all, if P is equal to set of all A, B, C, B, C, if P is equal to set of all A, B, C and Q is equal to set of all R. Question, find P cross Q and Q cross P. Find P cross Q and Q cross P. നമുക്ക് P cross Q വേണം, Q cross P വേണം. Which implies P cross Q എന്ന് പറഞ്ഞാൽ P cross Q is equal to, definition of P cross Q means set of all ordered pair P, Q. P means വലിയ P ക്കകത്തുള്ള എലമെൻ്റ് ആണ് P, Q ഇവിടുത്തെയും. ദെയർഫോർ ഇസ് ഈക്വൽ ടു, ഇതാണ് P ക്കകത്തുള്ള എലമെൻ്റ് ആണ് എയും ബിയും സിയും. ഇവിടെ Q എന്ന് പറഞ്ഞാൽ 6 മാത്രമേ ഉള്ളൂ. ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് എടുക്കുന്നത് P ആണ്. P ക്കകത്തുള്ള എലമെൻറ്റ്സ് ആണ് എയും ബിയും സിയും. അത് വെച്ച് ക്രോസ് ചെയ്യണം. ഫസ്റ്റ് എലമെൻറ്റ് എ, ഇവിടെ P ക്രോസ് Q ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ P. അപ്പം P ഇതാണ് എ. അപ്പം വേർഡ് പെയർ എ, 6, അതായത് ഫസ്റ്റ് പിയിലുള്ള എയും ക്യൂയിലുള്ള 6. ഓക്കെ, ദെൻ കോമ വീണ്ടും എ ക്രോസ് ആർ. അടുത്ത എങ്ങനെ ചെയ്യും? എ ക്രോസ് ആർ. ദെൻ അടുത്ത എലമെൻറ്റ് ബി ക്രോസ് ആർ. അടുത്ത എലമെൻറ്റ്
സി സി ആർ. മനസ്സിലായ? ഇതാണ് ഇക്വേഷൻ. അതായത് പി ക്രോസ് ക്യൂ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ എ ആർ ബി ആർ സി ആർ. The definition of P cross Q is equal to ordered pair set of all P cross Q കറണ്ട് പോയി. P cross Q is equal to set of all ordered pair A, R, B, R and C, R. Next heading Q cross P is equal to Q cross P means first element ആണ് ക്യൂക്കകത്തുള്ളത്. ഫസ്റ്റ് ഇവിടെ സെറ്റ് ഒന്ന് ക്യൂവും സെക്കൻഡ് സെറ്റ് പിയുമായിരിക്കും എന്ന് പറയുമ്പം ക്യൂ ക്രോസ് പി ആണെങ്കിൽ ഓർഡേർഡ് പെയറിനകത്ത് എഴുതാൻ പോകുന്ന ഫസ്റ്റ് നമ്പർ ഉറപ്പായിട്ടും ക്യൂ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള നമ്പർ ആയിരിക്കും. എന്ന് പറയുമ്പം Q cross P means ഇത് Q, ഇത് P, therefore ordered pair Q, R ഉണ്ട്, R, A, അടുത്തത് R, B, അടുത്തത് R, C. This is the answer. Therefore, P cross Q is ordered pair A, R, B, R, C, R and Q cross P is equal to set of all ordered pair R, A, ordered pair R, B, ordered pair R, C. ചോദിക്കും, പരിശീലിക്കുകയും find P cross Q and Q cross P. Show that, തെളിയിക്കുക. P cross Q not equal to Q cross P. P cross Qയും Q cross Pയും ഈക്വൽ ആണോ എന്ന് ചോദിക്കും. അല്ല, കാരണം P cross Q എന്ന് പറഞ്ഞാൽ അത് A, R ആണ്, ഇവിടെ R, A ആണ്. അത് ഈക്വൽ ആയിരിക്കില്ല. ഓക്കെ, അതൊക്കെ തന്നെ ബി ആറും ആർ ബിയും ഈക്വൽ അല്ല, സി ആറും ആർ സി ഈക്വൽ അല്ല. ദെർഫോർ പി ക്രോസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ ക്രോസ് പി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ if A is equal to set of all 1, 2, B is equal to set of all 4, 6, find A cross B. Find A cross B. A ക്രോസ് ബി ഇസ് ഈക്വൽ ടു എക്കകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്, അത് 1ഉം 2ഉം ആണ്. പി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം 2 ആണ്, അത് 4ഉം 6ഉം ആണ്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഓർഡേർഡ് പെയറിനകത്ത് എഴുതുന്ന നമ്പർ ഇവിടെ നിന്നായിരിക്കണം. ദെർഫോർ ഫസ്റ്റ് നമ്പർ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1. അപ്പോൾ ക്രോസ് ചെയ്യുക 1, 4. നെക്സ്റ്റ് 1, 6. ആദ്യം 1 കൊണ്ട് 1ഉം 4ഉം പിന്നെ 1ഉം 6ഉം 1, 4, 1, 6. അത് തീർന്നു. അടുത്തത് ആദ്യം ചെയ്യേണ്ടത് എ ആദ്യം ആയതുകൊണ്ട് 1, 4, 1, 6. അടുത്ത എലമെന്റ് 2, 4, 2, 6. Therefore, this is A cross B. A cross B is equal to set of all ordered pair 1, 4, 1, 6, 2, 4, 2, 6. Okay. Next question. If A cross B is equal to set of all ordered pairs A, X, A, X, A, Y, A, Y, A, Y,
comma b comma x b comma y, b comma x comma b comma y. Question write a cross if a cross b is equal to set of all ordered pair a comma x a comma y b comma x and b comma y, then find set a and b. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? എയും ബിയും വേണം. ക്വസ്റ്റ്യൻ ഫൈൻഡ് എ ആൻഡ് ഫൈൻഡ് ബി. എയും ബിയും എത്ര? നമുക്കറിയാം എ ക്രോസ് ബി എന്ന് പറയണമെങ്കിൽ ഒന്നാമത്തെ സെറ്റ് എ ആയിരിക്കും, അവിടുത്തെ എലമെൻറ്റ്സ് ആയിരിക്കും ഇതിനകത്തുള്ള ഫസ്റ്റ് നമ്പർ. അപ്പോൾ എക്കകത്തുള്ള എ എന്ന് പറയുന്ന ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ആയിരിക്കും ഈ എയും പിന്നെ ഈ എയും പിന്നെ ബിയും ബിയും. ദെർഫോർ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു സെറ്റിനകത്തുള്ള നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ദെർഫോർ ഫസ്റ്റ് എലമെൻറ്റ് എ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, വീണ്ടും എ കോമ ബി. ദെർഫോർ എ ഇസ് ഈക്വൽ ടു എ കോമ ബി. സെക്കൻഡ് എലമെൻ്റ് ആയിരിക്കും ബി അകത്തുള്ളത്. ദെർഫോർ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആള് സെക്കൻഡ് നമ്പർ എക്സ് കോമ വൈ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, എക്സ് വൈ എക്സ് വൈ. ദെർഫോർ എക്സ് കോമ വൈ. ദെർഫോർ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എ കോമ ബി, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എക്സ് കോമ വൈ. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. If P is equal to set of all 1,2, P equal to set of all 1,2, find അല്ലെങ്കിൽ form the set, ഉണ്ടാക്കുക. form the set P cross P cross P, form the set P cross P cross P. ആദ്യം ചെയ്യേണ്ടത് ഇവിടെ പിയും കാണണം. ഫസ്റ്റ് ചെയ്യേണ്ടത് ലെറ്റ് പി ഇസ് ഈക്വൽ ടു സെറ്റ് 1,2. ആദ്യം ഇവിടെ നമുക്ക് അവിടെ പി ക്രോസ് പി ആണ് വേണ്ടത്. ഫസ്റ്റ് ടു ഫൈൻഡ് പി ക്രോസ് പി ആണ്. ഇതിനാണ് ഫസ്റ്റ് നമ്മൾ പി ക്രോസ് പി കാണണം. പി ക്രോസ് പി മീൻസ് ഹിയർ പി ഇസ് ഈക്വൽ ടു 1,2. അപ്പോൾ പി എന്ന് പറയുന്നത് 1,2 ആണ്. പി ക്രോസ് പി ആണെങ്കിൽ വീണ്ടും പി ഇസ് ഈക്വൽ ടു വീണ്ടും 1,2 ആയിരിക്കും. രണ്ട് പി ഉണ്ട് ഇവിടെ. അതായത് ഫസ്റ്റ് പി ഇസ് ഈക്വൽ ടു സെറ്റ് 1,2. അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. പി ഇസ് ഈക്വൽ ടു 1,2. പി ക്രോസ് പി കാണാൻ പറഞ്ഞാൽ ആദ്യം ക്രോസ് ചെയ്യുക. ഇത് ഈ പി ആദ്യം, സെക്കൻഡ് പി 1 1. ഇപ്പോൾ എന്തിനാണ് ഓർഡ് പെയർ 1,1. നെക്സ്റ്റ് ഫസ്റ്റ് 1,1. അടുത്ത എങ്ങനെ ചെയ്യും? 1 1. അടുത്തത് 1 2. അടുത്ത എങ്ങനെ ചെയ്യും? 2,1 2,2. അതായത് പി ക്രോസ് പി ഇസ് ഈക്വൽ ടു 1 1 1 2. നെക്സ്റ്റ് 2 1 2 2. അടുത്ത കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കാണണം? നമുക്ക് പി ക്രോസ് പി ആണ്. പി ക്രോസ് പി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ. ഇതാണ് ഇത്രയുമാണ് പി ക്രോസ് പി. പി ക്രോസ് പി ആണ് ഇത്. അതിൻ്റെ കൂടെ വീണ്ടും പി ക്രോസ് ആണ്. അപ്പോൾ എത്ര കിട്ടും? ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് പി ക്രോസ് പി ഇത് 1 1 പിന്നെ പിയും കൂടെ. അപ്പോൾ 1 1 ഇത്രയും ടൈമാണ്. പി ക്രോസ് പി ആണ് സെറ്റ് ഓഫ് ആൾ 1 1 1 2 അങ്ങനെ. പിന്നെ ഒരു പിയും കൂടെ ഉണ്ട്. ആ പി ആണ് ഈ ക്വസ്റ്റ്യൻ. പി എന്ന് പറയുമ്പോൾ ക്രോസ് ചെയ്യുമ്പം 1,1,1. ഓക്കെ 1 1 1. അടുത്ത എങ്ങനെ ചെയ്യും? ആദ്യം എന്താണ് 1 1 1. അടുത്ത ആദ്യം 1 1 1 പിന്നെ 1 1 2. അപ്പോൾ അധികം 1 1 2. നെക്സ്റ്റ് 1 1 1 1 1 2. അടുത്തത് 1 2 1. നെക്സ്റ്റ് 1 1 2 1 1 2 2. 1 2 1 1 2 2. നെക്സ്റ്റ് 2 1 1 2 1 2. 2 1 1 2 1 2. നെക്സ്റ്റ് 2 2 1 2 2 2. 2 2 1 2 2 2. Okay. Therefore, the numbers P cross P is equal to set of all 1 1 1 1 1 2 1 2 1 1 2 2 2 1 1 2 1 2
221 222 1 2 3 4 5 6 7 8 നമ്പർ വരും. ഓക്കെ.